പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള മണ്ണിയമ്പത്തൂർ മഹാസരസ്വതി ക്ഷേത്രം അറിവിൻ്റെയും വിദ്യയുടെയും പ്രതീകമായി തല ഉയർത്തി നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ് മണ്ണിയമ്പത്തൂർ മഹാസരസ്വതി ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മാത്രം വിദ്യാരംഭം നടത്തുന്ന കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും ഇവിടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം നടത്താൻ അവസരമുണ്ട്. ഈ സവിശേഷത തന്നെയാണ് മണിയമ്പത്തൂർ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത്. പാലക്കാട് ജില്ലയിലെ ഏക സരസ്വതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമെന്ന നിലയിൽ നവരാത്രി കാലഘട്ടത്തിൽ ഇവിടെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അറിവിൻ്റെയും വിദ്യയുടെയും ദേവതയായ സരസ്വതിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനകാര്യങ്ങളിൽ ഉന്നതി നേടാൻ അനുഗ്രഹമേകുമെന്നാണ് വിശ്വാസം. ഏകദേശം 800 വർഷത്തെ പഴക്കം കണക്കാക്കുന്ന ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ ഏക സരസ്വതി പ്രതിഷ്ഠയുള്ള ആരാധനാലയം കൂടിയാണ്. ധർമ്മോത്ത് കുടുംബത്തിനാണ് ക്ഷേത്രത്തിന്റെ ഊരാളസ്ഥാനം. ഏകദേശം 800 വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സാമൂതിരിപ്പാടിൻ്റെ സേവനാനായകന്മാരായിരുന്ന ധർമ്മോത്ത് പണിക്കന്മാരാണ് ഇതിൻ്റെ ഊരായ്മ. കേട്ട നമ്പൂരിപ്പാടാണ് ഇതിൻ്റെ ക്ഷേത്രം തന്ത്രി. മഹാസരസ്വതി സങ്കല്പമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, കുടികൊള്ളുന്നത്. ഈ വള്ളുവനാട്ടിൽ തന്നെ ഈ ഏക ക്ഷേത്രമാണ്, സരസ്വതി ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രം 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു അഗ്നിബാധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അഗ്നിബാധയിൽ ശ്രീകോവിൽ ഒഴികെ മറ്റെല്ലാം നശിച്ചുപോയതായും തുടർന്ന് 70 വർഷത്തോളം പൂജകളില്ലാതെ ക്ഷേത്രം നിർജീവമായി കിടന്നതായും പറയപ്പെടുന്നു. എന്നാൽ 1980കളിൽ പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ക്ഷേത്രത്തിന് പുനരുജ്ജീവനമുണ്ടായി. 2010 നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിന് ശേഷം ക്ഷേത്ര പുനരുദ്ധാരണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ചുറ്റമ്പലം നിർമ്മിക്കുകയും ക്ഷേത്രവളപ്പിൽ ഗുരുസങ്കല്പത്തിലും വടക്ക് ഭാഗത്ത് നാഗപ്രതിഷ്ഠയിലും പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. സരസ്വതി ദേവി സങ്കല്പത്തിൽ പല രൂപങ്ങളുണ്ട്. ദേവി മാഹാത്മ്യമനുസരിച്ച് ആദിപരാശക്തിയായ ഭുവനേശ്വരിയുടെ 3 പ്രധാന ഭാവങ്ങളിലൊന്നാണ് മഹാസരസ്വതി. മഹാകാളി, മഹാലക്ഷ്മി എന്നിവരാണ് മറ്റ് 2 ഭാവങ്ങൾ. സൃഷ്ടിക്ക് വിദ്യ അനിവാര്യമായതിനാൽ സ്രഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നിയായും സരസ്വതി ദേവിയെ സങ്കല്പിച്ചു വരുന്നു. സാധാരണയായി വീണയും പുസ്തകവും കയ്യിലേന്തിയ രൂപത്തിലാണ് സരസ്വതിയെ കാണാറുള്ളതെങ്കിലും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചില സവിശേഷതകളുണ്ട്. ശ്രീ മഹാസരസ്വതി ശാന്തസ്വരൂപിണിയായ ഒരു കുമാരീഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വീണയില്ലാത്ത സരസ്വതിയുടെ രൂപമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പകരം ദേവിക്ക് താളിയോല ഗ്രന്ഥങ്ങളും ജപമാലയും അമൃതകുംഭവുമുണ്ട്. ഇത് ദേവി അറിവിനും വിദ്യയ്ക്കുമുപരിയായി ആത്മീയ ജ്ഞാനം നൽകുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. മണിയമ്പത്തൂർ മഹാസരസ്വതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളും വഴിപാടുകളും ഏറെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. വിദ്യ, ജ്ഞാനം, ഐശ്വര്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ആചാരങ്ങളാണ് ഇവിടെ പ്രധാനമായും നടന്നുവരുന്നത്. പ്രധാന വഴിപാടുകളിലൊന്നാണ് സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി. വിദ്യാലാഭം, പരീക്ഷാ വിജയം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കായി ഈ വഴിപാട് സമർപ്പിക്കുന്നത് ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടെ വിശേഷമുള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം എന്നിവയാണ്. പിന്നെ വിശിഷ്യ ഇവിടെ നടത്തിപ്പെടുന്നതാണ് നവനാരായണ നടക്കൽ വയ്ക്കൽ എന്നുള്ളത്. നവനാരായണ നടക്കൽ വയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതേപോലെ ഈ കണ്ണുനാവുന്നൊക്കെയുള്ളവർക്കൊക്കെ പറ്റുന്നതാണ് പറയുന്നത്. അങ്ങനെ ആ വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള വേദമന്ത്രങ്ങളാണ് സാരസ്വത സൂക്തം. ഈ സൂക്തങ്ങൾ ജപിച്ചുകൊണ്ടുള്ള പുഷ്പാഞ്ജലി ജ്ഞാനത്തിൻ്റെയും ഓർമ്മശക്തിയുടെയും വർധനയ്ക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. കൂടാതെ ദേവിക്ക് സമർപ്പിക്കുന്ന ത്രിമധുരം എന്ന വഴിപാടും പ്രധാനമാണ്. പഞ്ചസാര, തേൻ, നെയ്യ് എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് സമർപ്പിക്കുന്നത് ജീവിതത്തിൽ മധുരവും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാഗനാരായണ നടക്കൽ വയ്ക്കൽ എന്ന വഴിപാട് സർപ്പദോഷങ്ങൾ അകറ്റാനും കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും വേണ്ടിയുള്ളതാണ്. ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. എല്ലാ മാസവും ആയില്യം നാളിൽ
ഇവിടെ പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. നാഗങ്ങളെ ആരാധിക്കുന്നത് സന്താനലബ്ധി, കുടുംബൈശ്വര്യം, രോഗശാന്തി എന്നിവയ്ക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാഗങ്ങൾക്ക് പാൽ, നെയ്യ്, നാളികേരം എന്നിവ സമർപ്പിച്ചുകൊണ്ടുള്ള പൂജകൾ ഇവിടെ പതിവാണ്. മറ്റേതൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് മണിയമ്പത്തൂർ ക്ഷേത്രത്തിലെ വിവാഹ നിരോധനം. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കരുതുന്നു. ദേവിയുടെ ബ്രഹ്മചര്യം അല്ലെങ്കിൽ ദേവിയുടെ പ്രതിഷ്ഠാസങ്കല്പം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ വിശ്വാസം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ പവിത്രതയും ആചാരങ്ങളും നിലനിർത്തുന്നതിനായി ഈ വിലക്ക് കർശനമായി പാലിച്ചു പോരുന്നു. ഈ വിശ്വാസം ക്ഷേത്രത്തിന് ഒരു പ്രത്യേക വിശുദ്ധി നൽകുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. നവരാത്രി കാലത്ത് മണിയമ്പത്തൂർ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി കുരുന്നുകൾ ഇവിടെ വിദ്യാരംഭം കുറിക്കാനെത്തുന്നു. എങ്കിലും ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് വർഷത്തിലെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്താം എന്നതാണ്. മണിയമ്പത്തൂർ സരസ്വതി ക്ഷേത്രത്തിലെ 2 ഉത്സവങ്ങളാണ് നടത്തപ്പെടുന്നത്. ഒന്ന് കാർത്തിക മഹോത്സവവും അതുപോലെ തന്നെ നവരാത്രി മഹോത്സവവും. ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ നവരാത്രി ആഘോഷം ഇവിടെ നടക്കുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് എല്ലാ ദിവസവും എഴുത്തിനിരുത്തൽ ചടങ്ങ് ഈ മണിയമ്പത്തൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. വിജയദശമി ദിവസം അറിവിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കാത്തവർക്ക് മറ്റ് ദിവസങ്ങളിൽ ഇവിടെ എത്തി അനുഗ്രഹം തേടാൻ സാധിക്കും. നവരാത്രിക്ക് പുറമെ ധനുമാസത്തിലെ തിരുവാതിരയും ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന ആഘോഷമാണ്. ഈ മണിയമ്പത്തൂർ ക്ഷേത്രത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രത്തിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ നവരാത്രി ആഘോഷമായാലും കാർത്തികയായാലും മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കായാലും കമ്മിറ്റിയാണ് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ഷേത്ര പരിപാലനത്തിൽ മാതൃസമിതിയുടെ പങ്ക് വളരെ വലുതാണ്. ഇവരുടെ നിസ്വാർത്ഥ സേവനം ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഏറെ സഹായകമാണ്. മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള തിരുവാതിര കൂട്ടായ്മകളും ശ്രദ്ധേയമാണ്. നവരാത്രി ടൈമിലാണ് ഇവിടെ കൂടുതൽ മാതൃസമിതിയുടെ സജീവമായ പ്രവർത്തനം ഉണ്ടാവാറ്. ഫസ്റ്റ് ദിവസം അവരുടെയാണ് ചുറ്റുവിളക്ക്. അത് കഴിഞ്ഞാൽ 10 ദിവസം ചുറ്റുവിളക്ക് കാര്യങ്ങൾക്ക് എല്ലാത്തിനും നവരാത്രി ഈ മാതൃസമിതി അംഗങ്ങൾ സജീവമായിട്ട് പ്രവർത്തനങ്ങളുണ്ട്. പട്ടാമ്പി ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊടുമുണ്ട, മുതുതല വഴി റോഡ് മാർഗം ഇവിടെ എത്താം. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് പട്ടാമ്പി അല്ലെങ്കിൽ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷ, ടാക്സി തുടങ്ങിയ വാഹന സൗകര്യങ്ങൾ ലഭ്യമാണ്. മണിയമ്പത്തൂർ മഹാസരസ്വതി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. തലമുറകളായി പകർന്നു നൽകിയ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു.